പത്മാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എന്താ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ അവിടെ കണ്ട ഞാൻ ഈ ചക്കരക്കിഴങ്ങിൻ്റെ തല പടന്നു. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു 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 മൂന്നെണ്ണം കൂടി കിട്ടൂല. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് വിളവ് കിട്ടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മെരട് അങ്ങനെ നട്ടിട്ട് എനിക്ക് 5 കിലോ 4600 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് അതുപോലെ തന്നെ നടാനാണ് പോകുന്നത്. ഇപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് സാധാരണ നടുമ്പോലെയല്ല, ഇത് ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ നമുക്കൊരുപാട് കിഴങ്ങ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇതേപോലെയാണ് ഇതേപോലെ ഇത് വെച്ചു. ഇത് വെച്ചിട്ട് ആ മീൻ്റെ തലയുണ്ടല്ലോ, ഈ തല പടന്ന തലയുണ്ടല്ലോ, ഈ തല നമുക്ക് ഇതിൻ്റെ അകത്ത് നിരത്തി വെക്കുക. ഇതേപോലെ ഞാൻ കഴിഞ്ഞ കൊല്ലം നട്ടിട്ട് ഒരുപാട് കളിച്ചിട്ട് എനിക്ക് ഒരുപാട് കിഴങ്ങ് കിട്ടി. വളരെ സന്തോഷമായി. നല്ല വണ്ണവും ഉണ്ടായിരുന്നു. നമ്മൾ ഈ ബാഗിൻ്റെ അകത്ത് നിന്ന് അങ്ങനെ കിട്ടൂല. ഓരോന്നെങ്കിലും കിട്ടിയെങ്കിലായി, അത്രേ ഉള്ളൂ. എന്നാൽ അതുപോലെയല്ല, ഇതിങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ വിളവ് കിട്ടും. ഇത് അത്രേ പടർന്നില്ലോ, പടരണത്രേ. ഇതേപോലെ നമ്മൾ നട്ടു കൊടുക്കുക. ഉണ്ടല്ലേ? ഇതേപോലെ നട്ടു കൊടുക്കുക. ഇതേപോലെ നട്ടു. ഇതിനിപ്പോൾ പടരുന്നേ നമ്മൾ അങ്ങ് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അത്രയും കിഴങ്ങ് കിട്ടും. പക്ഷെ കുറച്ച് വൈകും വിളവെടുക്കാൻ മാത്രം. ഇപ്പം കണ്ടില്ലേ? ഇതേപോലെ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ കൊടുത്തു. ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തില്ലേ? ഇതിപ്പം കൊടുത്തു. ഇതിനൊക്കെ ഇടുന്നില്ല, അതാ നല്ലതമ്മ. നല്ല തലയതാണ്. പോട്ടെ, ഇതന്നെ ഇരിക്കട്ടെ. ഇതിനകത്ത് ഞാനിപ്പം ഇതിങ്ങനെ വെച്ചിട്ട് കൊടുത്തിട്ട് ഇതിപ്പം കണ്ടില്ലേ? ഇതേപോലെ ഇതിൽ വെച്ച് കൊടുത്ത് ഇതിനകത്ത് ഇനിയിപ്പം മണ്ണിടട്ടെ. ഇതിനകത്ത് മണ്ണിട്ട് ഇങ്ങോട്ട് വെക്കട്ടെ. ഇതേപോലെ വെച്ചിട്ട് മണ്ണിടട്ടെ. ഇനിയിപ്പം മണ്ണിട്ട് കൊടുക്കട്ടെ. ഇത് കണ്ടില്ലേ? ഇതേപോലെ തല ഇങ്ങനെ ഇടക്കിടക്കേ ഇനി മണ്ണിട്ട് കൊടുക്കുക. ഇതിൻ്റെ നടുവിൽ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് വെച്ച് നമ്മൾ കൊടുക്കുന്നത്തോളം നമുക്ക് കിഴങ്ങിന് പിന്നെ ഇതിടും. ഇപ്പം വള്ളി ഹൈറ്റിലെങ്കിൽ വളരുന്നേനെ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ട് വളരുന്നേനെ നമ്മളിങ്ങനെ വെക്കുക. എന്നിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് ചാരവും കൂടി ഇടണം. ഞാനൊന്നും ഇട്ടിട്ടില്ല. അതിൽ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താലും മതി. ചാരത്തിൻ്റെ വളമാണ് കമ്പോസ്റ്റ് വളം തീർന്നിന്. അതുകൊണ്ട് ചാരത്തിൻ്റെ വളമാക്കി വെച്ചു ഞാൻ. ചാരം കൊണ്ട് ഇതാണ് ഇന്നിപ്പോൾ ഇടുന്നത്. കണ്ടില്ലേ? നല്ല വള. ചാരം എന്ന് പറഞ്ഞാൽ നല്ല വള. ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടെ. ഇത് ഇട്ട് കൊടുത്താൽ തന്നെ നല്ല പൊട്ടാസിൻ്റെ നല്ല ഇതിട്ട് കൊടുത്താലേ നല്ലപോലെ പിന്നെ കിഴങ്ങ് വണ്ണം വെക്കും. ഇത് നല്ല വള. ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോളം പടത്താനുള്ള സൗകര്യവും കൂടി ഉണ്ട്. ഇത് കണ്ടില്ലേ? ഇതേപോലെ ഇതിവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ അകത്ത് മണ്ണിട്ടിട്ട് ഇങ്ങനെ കൊടുക്കാം നമുക്ക്. കണ്ടില്ലേ? ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോൾ ഇതാകുന്നതിന് നമ്മൾ കുറേശ്ശെ ആവുന്നതിന് തല നീണ്ട് വരുന്നതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയാൽ നല്ലോണം കിഴങ്ങ് ഉണ്ടാവും. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടി ഞാൻ കാണിച്ചു തരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ മണ്ണിട്ടിട്ട് കാണിച്ചു തരാം. എന്നാലേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഒഴിവാക്കണം. എന്തിനാണെന്നറിയാം? അതിൽ തല വന്നാലേ കിഴങ്ങ് ഉണ്ടാവുമല്ലോ. അതിലേ കൂടി തല ഇങ്ങോട്ട് വരണം. എന്നാൽ മാത്രമേ കിഴങ്ങ് കീലൂ. കണ്ടില്ലേ? ഇതേപോലെ വീടിയും വെച്ച് കൊടുക്കട്ടെ. ഇതിപ്പോൾ തല പാട് വളർന്നിട്ടില്ല, മേക്കുമേലെ ആയിപ്പോയതുകൊണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇതേപോലെ വെച്ച് കൊടുക്കട്ടെ. കിളച്ചിട്ടിട്ടെ. അവിടെ കിളക്കാനില്ല, മണ്ണ് കഴിഞ്ഞു പോയി. ഇത് കണ്ടില്ലേ? ഇതേപോലെ കളിച്ചിട്ടിട്ട് കൊടുക്കട്ടെ. ഉണ്ടല്ലോ. ഇനിയിപ്പോൾ അവിടെ 2 എണ്ണം കൂടി നടേണ്ടതും കൂടി ഞാൻ ബൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നട്ടിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അല്ല ഞാൻ ഒരുപാട് ദീർഘമായിപ്പോ. അത് നട്ടിട്ട് നിങ്ങളെ ഇത് നമ്മൾ ഒരു ചാമ്പങ്ങ നല്ല ചാമ്പങ്ങ, നല്ല ബ്ലോക്ക് ചാമ്പ ഒരുപാടുണ്ടായിരുന്നു. തേച്ച് മുന്നടിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ കൊലയായിട്ട് നിറയെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ചെറിയ ചെറിയ കൊലമല
പച്ചക്കൊലി ഇപ്പം ഉണ്ടാകുന്നത് ഇതാ ഇതിനെല്ലാം തേത്തിട്ടുണ്ടാകുന്നത് ഇതെല്ലാം ഉണ്ടാവും നീ കൊണ്ട് പൂക്കുന്ന വേണ്ട ഇതെല്ലാം തേച്ചിപ്പ് ഉണ്ടാകും വേണ്ട ഇതാ ഇതേപോലെ നിറച്ചും ഒരു ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞു. ഇപ്പം ആദ്യം ഒരുപോലെ ഉണ്ടാകുന്ന വേണ്ട വേണ്ട ഒരുപാട് കണ്ടല്ലേ കണ്ടില്ലേ ഇതേപോലെയാണ് ഇത് ഇഷ്ടം പോലെ എല്ലാ കായ്ക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഞാനിതിന് വെള്ളം നനക്കുകയോ ചെയ്തില്ല, വേറെ ഒന്നും ചെയ്യും. ഇതിപ്പോൾ കണ്ടില്ലേ ഇതേപോലെ 3 ബാഗ് ഇപ്പം ഇതേപോലെ ഞാൻ ആക്കി നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കേട്ടോ ഇതേപോലെ പിടി നട്ട് ഇനിയിപ്പോൾ ഇത് പൊടിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ കണ്ടേ അതേപോലെ മണ്ണിട്ട് കൊടുത്താൽ നല്ലോണം കിഴങ്ങ് വരും. ഇപ്പോൾ കണ്ടല്ലോ അതാ ഇതെൻ്റെ ഇത് കണ്ട ഇത് കണ്ട ഇത് പിന്നെ ബീൻസാണ് ഇത് കണ്ട. ബീൻസ് ഒരുപാടുണ്ട്, പക്ഷേ ഇതൊരു വണ്ണം കുറഞ്ഞ പോലെ എന്തോ ഒരു ചായ ആയ പോലെയോ എന്തോ വണ്ട് വന്ന പോലെയോ എന്തോ പറ്റിപ്പോയി. ഇനി വേണ്ട ഇത് കണ്ടില്ലേ ഇത് കണ്ട. ഇത് ഞാനിങ്ങനെ പറിച്ചിട്ട് ഒരുപാട് പറിക്കാൻ പറിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പറിക്കട്ടെ. ഇനിയിപ്പം ഇത് ചീര പാവിയതാണ്. ഇതാ ചീര കണ്ട. ഞാൻ ചീര പാവിയതാണ്. ഇപ്പം ആദ്യം ചോന്നതിന് അല്ലായിരുന്നു, ഇപ്പം നോക്കുമ്പോൾ നല്ല ചുവപ്പ് വരുന്നുണ്ടേ. ഞാൻ വിചാരിച്ചു ഇത് ചോന്ന ഇത് കണ്ട. ഇതിലെല്ലാം ഒരുപാടുണ്ട് കേട്ടാ. അങ്ങനെ പൂവും വരുന്നുണ്ട് കണ്ട പൂവും വരുന്നുണ്ട് കണ്ട. ഇത് പറിക്കാം, ഞാൻ പറിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അതാ നല്ലേ. എന്നാൽ പിന്നെ ഇത് കണ്ടില്ലേ ഇതാണ് പിന്നെ ഇത് കണ്ട. ഇതാണ് നമ്മളെ പിന്നെ ഇത് ചതുരപ്പയർ കണ്ട. ചതുരപ്പയർ കണ്ട. ഇതാണ് ഇനി പൂക്കാൻ നോക്കുന്നുണ്ട്, പൂക്കാൻ തുടങ്ങുന്നുണ്ട്. പൂ മുട്ടിട്ടിടുങ്ങി കേട്ടാ. അവിടെയെല്ലാം പൂക്കാൻ തുടങ്ങി. ഇത് കണ്ടില്ലേ ഇത് കൂർക്ക കൃഷിയാണ്. ഇത് കണ്ടില്ലേ ഇതാണ് ഇത് ഇനി പന്തൽ ശരിക്കും കെട്ടിയിട്ടില്ല. ഞാൻ ഒരു കൊള്ളിയെട്ട് കുത്തിയതേ ഇല്ല. ഇനി പന്തൽ ചാക്കി കൊടുക്കണം. പടർന്ന് വരുന്നതിനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കാൻ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ മുന്നോട്ട് പോകാനുള്ള വഴി ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ വീഡിയോ കാണണം. എന്നാൽ മാത്രമേ ഞാനിത് എത്രയോ കഷ്ടപ്പെട്ട് ഇപ്പം തന്നെ ഞാൻ രാവിലെ തുടങ്ങി ഇത്ര സമയമായി ഇതുവരെയായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഇത് വീഡിയോ അപ്ലോഡ് ആക്കി ഉണ്ടെങ്കിൽ ഉച്ചയാവും. അതേപോലെയാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഓരോരോ കാര്യം ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനും വേണ്ടുന്ന ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നപോലെ ചെയ്താൽ ഇന്നപോലെ കിട്ടുന്ന അതിൻ്റെ വിളവെടുപ്പ് അടക്കം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹകരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ.